ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. അതിന് മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാലത്ത് എടുക്കുമ്പോൾ സ്റ്റാർട്ട് ആവാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഓൾറെഡി അതിനകത്ത് ഈ കാർബറേറ്റർ അഴിച്ച് നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ലോ ജെറ്റ് അത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ആവണ്ടായില്ല. അപ്പോൾ നോക്കുമ്പോൾ സ്ലോ ജെറ്റ് ബ്ലോക്കാണ്. അതായത് അതിൻ്റെ ഉള്ളിൽ വന്ന വളരെ ചെറിയൊരു ഹോളാണ്. അപ്പോൾ അതൊരു ആ ഹോളിൻ്റെ തന്നെ ഏകദേശം ഒരു 90% ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് കാർബറേറ്റർ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പെട്രോൾ ടാപ്പ് കംപ്ലയിൻ്റ് ഉണ്ട്. പറയാൻ കാരണം ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാർബറേറ്ററിൽ പെട്രോൾ വന്നിട്ട് ഈ പൈപ്പിക്കടെ ടാപ്പ് ഓണായിട്ട്, ഇത് ബാക്കപ്പ് ടൈപ്പ് പൈപ്പാണ്. അത് ശരിക്കും നമുക്ക് താഴത്തെ ഈ പൈപ്പിക്കടെ എയർ വലിക്കുമ്പോൾ മുകളിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പെട്രോൾ ഇറങ്ങി വന്ന് കാർബറേറ്ററിൽ ഫില്ലാവും. അപ്പോൾ ആ ഫങ്ഷൻസും വളരെ സ്ലോ ആയിട്ട് നടക്കുക. അപ്പോൾ കുറേ നേരം നമ്മൾ എഫർട്ട് എടുക്കേണ്ടി വരും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതാണ് നിലവിൽ ഉള്ള കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്കത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ടാപ്പ് മാറ്റി കളയണം. അതേപോലെ തന്നെ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ സ്ലോ ജെറ്റും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ്സ് റെഡി ആയിക്കോളും. പിന്നെ നമുക്ക് അതിൻ്റെ താക്കോല് കംപ്ലയിൻ്റ് ഉണ്ട്. താക്കോല് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ സീറ്റ് ഓപ്പൺ ആവാനായിട്ട് ഈ ബാക്കിലത്തെ ഈ ലോക്ക് കംപ്ലയിൻ്റാണ്. അപ്പോൾ അത് മാത്രമായിട്ട് അവൈലബിൾ അല്ല, കമ്പനി ഐറ്റം കിട്ടില്ല നമുക്കത്. അപ്പോൾ അത് നമുക്ക് സെറ്റായിട്ട് തന്നെ അതായത് ഈ വന്ന യൂണിറ്റും കൂടി വരും കേട്ടോ, ഈ വന്നത്. അപ്പോൾ അതടക്കം ചെയ്യുമ്പോൾ എന്ത് കോസ്റ്റ് വരുമെന്ന് ഞാനൊന്ന് എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് പറയാം. അതേപോലെ ബാക്കിലത്തെ ടെയിൽ ലൈറ്റിൻ്റെ ഒരു പോയിൻ്റ് പോയിട്ടുണ്ട്, ബ്രേക്ക് ലൈറ്റിൻ്റെ. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ അത്യാവശ്യം ഒരുവിധം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 3000 കിലോമീറ്ററൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ ഓയിൽ ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഏകദേശം കളർ കണ്ടിട്ട് 100% നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ എന്നാൽ പോലും ഇത് ഏകദേശം അതിൻ്റെ ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓയിലും ആ കീ സെറ്റിൻ്റെതും പെട്രോൾ ടാപ്പും കാർബറേറ്റർ ക്ലീനിങ്ങും ആ സ്ലോ ജെറ്റും മാറ്റിയിട്ട് ടൈലൈറ്റും മാറ്റി വരുമ്പോൾ നമുക്ക് ഏകദേശം എന്ത് എമൗണ്ട് വരുമെന്ന് ബസ് നോക്കിയിട്ടേ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ അതൊന്ന് കണ്ടതിന് ശേഷം ഒന്ന് പറയും, നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.